ഹലോ ഓൾ, ഡോക്ടർ നിയാസാണ് പാട്ടിയെന്ന്. ഇപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ വലിയൊരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജിൽ കൂടുതൽ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് കുറച്ച് ടോപ്പിക് കൂടെ പെൻഡിങ് ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ കംപ്ലീറ്റ്ലി റിവിഷനിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ എനിക്ക് ടോപ്പിക് കുറച്ചുകൂടെ തീരാനുണ്ടായത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നുള്ള രൂപത്തിലുള്ള ടോക്കൊക്കെ കാണാറുണ്ട്. ഞാനിപ്പം ജനറലി ഉള്ള കുട്ടികളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എത്തിയിരിക്കുന്ന നവംബർ മന്താണ്, നിങ്ങൾ ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നത് പറഞ്ഞാൽ സ്റ്റിൽ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നവംബർ മന്തിലാണ്. ഈ നവംബർ മന്തിൽ ഓൾമോസ്റ്റ് നീറ്റ് ഓറിയൻറ്റഡ് ആയി പോകുന്നതിൻ്റെ 50% ആളുകളും ഡെഫിനറ്റ്ലി ഈ വർഷം നല്ല റാങ്ക് വാങ്ങിക്കാനുള്ള 50% ആളുകളെ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ആ ആളുകളിൽ 50% പോലും ഈ സമയത്ത് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സന്തോഷം. എന്തോ ഒരു തെറ്റിദ്ധാരണ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് ജാനുവരി എക്സാം ആയതുകൊണ്ടാണോ എന്നറിഞ്ഞൂടാ, ഏകദേശം നവംബർ ഡിസംബറിലേക്ക് കംപ്ലീറ്റ്ലി ടോപ്പിക്ക് എൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു കംപ്ലീറ്റ് റിവിഷൻ ഫേസിലേക്ക് പോകുക എന്നുള്ളത് അത് ആക്ച്വലി ഒരു ശരിയായ മെത്തേഡല്ല. എങ്ങനെയോ ആളുകൾക്ക് വന്ന ഒരു തെറ്റിദ്ധാരണ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ 2-3 സബ്ജക്ട്സ് അല്ലെങ്കിൽ 4-5 സബ്ജക്ട്സ് പെൻഡിങ് ഉണ്ട് എന്നുള്ളത് എന്തോ ഒരു വലിയ ബാധ്യത പോലെ കണ്ട് അതിനു വേണ്ടി റിവിഷൻ ഒന്നും ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഡെയിലി എക്സാം ഒന്നും എഴുതാണ്ട്, ക്വസ്റ്റ്യൻ ഒന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കംപ്ലീറ്റ്ലി വീഡിയോ കണ്ട് നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസ് കണ്ട് നോട്ട് ചെയ്തതിൽ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ റോങ് മെത്തേഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റിവിഷൻസ് ആൻഡ് ക്ലാസ് വാച്ചിങ് പാരലലി മൂവ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ഒന്നും ചെയ്യാണ്ട് ക്ലാസ് വാച്ചിങ് മാത്രമായിക്കൊണ്ട് നിങ്ങളൊരു പീരീഡ് മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ അത് പെർട്ടിക്കുലർലി നിങ്ങളൊരു ഡിപ്പിലേക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കൺക്ലൂഷൻ. നിങ്ങൾക്ക് കുറച്ച് സബ്ജക്റ്റ് നവംബർ ഡിസംബർ സമയത്ത് തീർക്കാനുള്ള നോർമലി എന്താ പറയുക, ഇറ്റ്സ് വെരി ഓക്കെ ഫോർ എ നീറ്റ് ആസ്പിരൻറ്റ് 2024 ആസ്പിരൻറ്റിന് അത് വളരെ ഓക്കെയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ പ്രോപ്പർലി റിവിഷൻസ് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര പാനിക്കായി നിങ്ങളെ കൂടെയുള്ള കുറച്ച് ആളുകൾ, കുറച്ച് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത് കൊണ്ട് നിങ്ങൾ പാനിക് ആവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. INCT എക്സാമിന് റിലേറ്റഡായി ചില ആളുകൾ പെട്ടെന്ന് ക്യുക്കായി തീർക്കാൻ നോക്കിയത് കാരണം ചിലരുടെ ക്ലാസ്സൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം നിങ്ങൾ ആകെ സ്ട്രെസ്ഡായിട്ട് ഇരിക്കുക എന്നുള്ളത് ഈ സമയത്ത് തീരെ ഇല്ലാണ്ടിരിക്കേണ്ടതാണ്. അപ്പം ഇപ്പം നവംബർ ഡിസംബറിലുള്ള ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളോട് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ആവശ്യമില്ലാത്ത സ്ട്രെസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടോപ്പിക് തീർക്കുക എന്നുള്ളത് എന്താ പറയുക, എന്തോ ഒരു ഓടി തീർക്കേണ്ട എന്തോ ഒരു കാര്യമൊന്നുമല്ല. പ്രോപ്പർലി റിവിഷൻ, സ്പേസ്ഡ് ആയിട്ടുള്ള റിവിഷൻസിൻ്റെ കൂടെ തന്നെ ക്ലാസ് കണ്ടുപോകുക എന്നുള്ളതാണ്. ആൻഡ് ചില സബ്ജക്റ്റ് ടോപ്പിക്കോ ഈവൻ ജാനുവരി ലാസ്റ്റിലേക്കോ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലേക്കോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നും അത് നിങ്ങളെ പ്രോപ്പറായിട്ടുള്ള സ്പേസ് റിവിഷനൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ എത്രയേ ഉള്ളൂ, നിങ്ങൾ പാനിക് ആവേണ്ട. നിങ്ങളുടെ ടൈം ലൈൻ പ്രോപ്പറിലാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്, കുറച്ച് വീഡിയോസ് പെൻഡിങ് എന്നുള്ളത് പാനിക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കരുത് എന്നുള്ളത് മാത്രമാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.